പൊന്നാനിയിൽ UDF തരംഗം. പ്രതീക്ഷിച്ചതിലും വലിയ ഭൂരിപക്ഷവുമായി KP നൌഷാദ് അലി. മലപ്പുറത്തെ ഇടതുകോട്ടയിൽ വിജയത്തിൽ കുറഞ്ഞതും UDF പ്രതീക്ഷിച്ചിരുന്നില്ല. അവസാനവട്ട കണക്കുകൂട്ടലുകളിൽ 11,869 വോട്ടിന്റെ ലീഡായിരുന്നു ബൂത്ത് തലങ്ങളിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം UDF പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ എല്ലാ പഞ്ചായത്തുകളിലും പ്രതീക്ഷിച്ചതിലും കൂടുതൽ വോട്ടുകൾ ലഭിച്ചതോടെ കണക്കുകൂട്ടിയതിലും കൂടുതൽ ഭൂരിപക്ഷമാണ് UDF സ്ഥാനാർത്ഥി KP നൌഷാദ് അലിക്ക് ലഭിച്ചത്. UDF കണക്കിൽ നിന്നും 1913 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് 2 പതിറ്റാണ്ടിന് ശേഷം UDF പൊന്നാനിയിൽ നിന്നും ജയിച്ചു കയറിയത്. 1 മുതൽ 42 വരെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ നഗരപരിധിയിൽ 2336 വോട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിടത്ത് 2235 വോട്ട് UDFന് കിട്ടി. 43 മുതൽ 73 വരെ ബൂത്തുകളുള്ള ഈഴുവത്തിരുത്തിയിൽ LDFന് 1417 വോട്ട് ലഭിക്കുമെന്നായിരുന്നു UDFന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഇത് 804ലേക്ക് കുറഞ്ഞു. 74 മുതൽ 106 വരെ ബൂത്തുകളുള്ള മാറഞ്ചേരി പഞ്ചായത്തിൽ 2590 വോട്ട് ലഭിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും ലഭിച്ചത് 2548 വോട്ടായിരുന്നു. 107 മുതൽ 139 വരെ ബൂത്തുകളുള്ള ആലങ്കോട് പഞ്ചായത്തിൽ UDF കണക്കനുസരിച്ച് ലഭിക്കേണ്ടിയിരുന്നത് 3317 വോട്ടുകളാണ്. ഇവിടെ 3567 വോട്ടുകൾ ലഭിച്ചു. 140 മുതൽ 164 വരെ ബൂത്തുകൾ ഉൾപ്പെട്ട നന്നമുക്ക് പഞ്ചായത്തിൽ പ്രതീക്ഷിച്ചത് 2272 വോട്ടായിരുന്നു. ഇവിടെ 2462 വോട്ടായി ഉയർന്നു. പെരുമ്പടപ്പിലാണ് പ്രതീക്ഷിച്ചതിലും ഏറെ UDF പിന്നിലായത്. LDF സ്ഥാനാർത്ഥിയുടെ ബൂത്ത് ഉൾപ്പെടുന്ന പഞ്ചായത്തിലെ 165 മുതൽ 191 വരെയുള്ള ബൂത്തുകളിൽ നിന്നായി 2342 വോട്ടുകൾ പ്രതീക്ഷിച്ചെങ്കിലും കിട്ടിയത് 1756 വോട്ടുകളായിരുന്നു. വെളിയങ്കോട് പഞ്ചായത്തിലാണ് കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ച് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ UDFനായത്. 192 മുതൽ 219 വരെയുള്ള ബൂത്തുകളിൽ നിന്നും 429 വോട്ട് മാത്രം പ്രതീക്ഷിച്ചിടത്ത് 2481 വോട്ട് ലഭിച്ചതോടെ UDF കണക്ക് കൂട്ടിയതിലും വലിയ മാർജിനിൽ ജയിച്ചു കയറാനായി. UDFന്റെ കണക്കനുസരിച്ച് 11,869 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിടത്ത് 13,782 വോട്ടിന്റെ ഭൂരിപക്ഷം നേടാനായത് വലിയ നേട്ടമായാണ് നേതൃത്വം കണക്കാക്കുന്നത്. കണക്കുകൾ വെച്ചിട്ട് 11,800 വോട്ടുകൾക്ക് ഞങ്ങൾ വിജയിക്കുമെന്നുള്ളതാണ് പറഞ്ഞത്. ഞങ്ങൾ ആ കണക്കുകളിൽ 100 വോട്ട് 50 വോട്ടാണ് ഒരു പഞ്ചായത്തിന് വ്യത്യാസം വന്നത്. വെളിയങ്കോട് പഞ്ചായത്തിൽ ഞങ്ങൾ 500 വോട്ട് ലീഡ് ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ കണക്ക് പ്രകാരം. പക്ഷേ അവിടെ 2000 ചിലം വോട്ട് ലീഡ് ചെയ്തു എന്നുള്ളതാണ് ഈ 11,800 എന്നുള്ളത് അത് 13,700ലേക്ക് മാറിയത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞങ്ങൾ കൃത്യമായ രീതിയിൽ അതിൻ്റെ എല്ലാ ചിട്ടയാർന്ന രീതിയിൽ ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾ 3 തവണ ഞങ്ങൾ ബൂത്തുകളിലെ കണക്കെടുത്തു. ആ ബൂത്തുകളിലെ കണക്കെടുത്ത് ആദ്യത്തെ കണക്കിൽ ഞങ്ങൾക്ക് 6000 വോട്ട് ലീഡുണ്ട്. വീണ്ടും ഒരു വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് 11,800 വോട്ട് ലീഡ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണുള്ളത്. അതിന് കുറേ സാഹചര്യങ്ങളുണ്ട്. പൊന്നാനി മണ്ഡലം എന്ന് പറയുമ്പോൾ ഈ നിഷ്പക്ഷ വോട്ടുകളാണ് പൊന്നാനിയെ വിജയിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ട് ഇടതുപക്ഷത്തിന് CPMന് വിജയിച്ചു എന്നുള്ളത് ആ ഒരു നിഷ്പക്ഷ വോട്ടുകൾ അവർ ക്യാൻവാസ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ നൌഷാദ് അലി നമ്മുടെ UDFന്റെ സ്ഥാനാർത്ഥി അയാൾ 2 വർഷമായിട്ട് അതിൻ്റെ പ്രവർത്തനം നടന്ന് ഈ നിഷ്പക്ഷ വോട്ടുകളെ അയാളുടേതായ വർക്ക് വെച്ച് മുന്നോട്ട് പോയി. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ തന്നെ ഒരു അല്ലലും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ വളരെ കൃത്യമായ രീതിയിൽ ചിട്ടയാർന്ന രീതിയിൽ ഞങ്ങൾ UDF പ്രവർത്തിച്ചതിന് ഗുണമാണ് കാണുന്നത്. സാധാരണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്യാറുണ്ട്. പക്ഷേ നിയമസഭ വരുമ്പോൾ 90,000 വോട്ടിന് കഴിഞ്ഞ നമ്മുടെ ET മുഹമ്മദ് ബഷീർ ലീഡ് ചെയ്തു. നിയമസഭ വന്നപ്പോൾ 17,000 വോട്ടിന് പുറകിൽ പോയി. കഴിഞ്ഞ പ്രാവശ്യത്തെ 15,000-ൽ അതിൽ നിർത്തണം എന്നുള്ളത് ആണ് വന്നിരുന്നത്. നിയമസഭയുടെ സാഹചര്യം എന്നുള്ളത് വേറെ ആയതുകൊണ്ട് തന്നെ 12,000 വോട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. സ്വർണ്ണ ശില്പികളൊന്നായി ചേർന്നൊരു സ്വർണ്ണവസന്തം KMJ. സ്വർണ്ണാഭരണ രംഗത്ത് പത്തരമാറ്റിന്റെ തിളക്കവുമായി KMJ ഗോൾഡൻ ഡയമണ്ട്സ് രണ്ടാമത്തെ പുതിയ വലിയ ഷോറൂം എടപ്പാളിൽ നിങ്ങൾക്കായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മംഗല്യ സ്വപ്നങ്ങളെ മംഗളകരമാക്കുന്ന വിവാഹ ആഭരണങ്ങൾ, ട്രഡീഷണൽ ആന്റിക് ആഭരണ വൈവിധ്യങ്ങൾ, നവീന മോഡലുകളിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, സിംഗപ്പൂർ, കൊൽക്കത്ത, കുവൈത്ത് ഡിസൈൻസ്, ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, വെള്ളി ആഭരണങ്ങൾ. KMJ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 9567512916. KMJ ഗോൾഡൻ ഡയമണ്ട്സ്, പൂത്തോൾ റോഡ്, തൃശൂർ. ഫോൺ 7777023030.